നമസ്കാരം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിൽ വ്യോമ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാർക്ക് ബർഗ് സർമജാർ എന്ന രഹസ്യനാമത്തിലുള്ള ഓപ്പറേഷനിലൂടെ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി കൂടി പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇറാനുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ സർമജാർ എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ വംശജരായ ഭീകരരുടെ താവളങ്ങളെയും സങ്കേതങ്ങളെയും കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ പാകിസ്ഥാൻ പങ്കുവച്ചിരുന്നു എന്നുകൂടി ഈ പ്രസ്താവനയിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഈ ഭീകരരുടെ സാന്നിധ്യവും പ്രവർത്തന രീതികളും വ്യക്തമാക്കുന്ന ഒന്നിലധികം രേഖകൾ പാകിസ്ഥാൻ ഇറാന് ഇതിനു മുൻപ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി പാകിസ്ഥാൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഗുരുതരമായ ആശങ്കകളിൽ ഇറാൻ ഇതുവരെയും ഒരു നടപടിയും എടുക്കാത്തതിനെ തുടർന്നാണ് സർമജാറിനെ തങ്ങൾക്ക് ഇത്തരത്തിൽ നേരിടേണ്ടി വന്നത് എന്നും പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നു. സർമജാർ നിരപരാധികളായ പാകിസ്ഥാനികളുടെ രക്തം ചൊരിയുന്നുണ്ട് എന്ന ഒരു കടുത്ത വിമർശനം തന്നെ ഈ പ്രസ്താവനയിൽ അവർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ സർമജാർ എന്ന് വിളിക്കപ്പെടുന്ന ഭീകരവാദ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ തങ്ങൾ ഈ വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുകൂടി ന്യായീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ. പക്ഷേ എന്തായാലും ഈ പ്രസ്താവനയുടെ ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കൃത്യമായും ഒരു ഇരട്ടത്താപ്പെന്നോ അല്ലെങ്കിൽ മലക്കം മറിച്ചിലെന്നോ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്രയും നേരം ഇറാനെ നിശിതമായി വിമർശിച്ച് തങ്ങൾ ഒരു വലിയ ആശങ്ക പങ്കുവച്ചു. അതുകൊണ്ട് അതിൽ നടപടി എടുത്തില്ല ഇറാൻ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തങ്ങൾ വ്യോമ ആക്രമണം നടത്തിയതെന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന്റെ ഒരു കരച്ചിൽ കൂടി പ്രസ്താവനയിലുണ്ട്. കാരണം അവർ പറയുന്നത് ഇറാൻ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, പാകിസ്ഥാൻ ജനതയ്ക്ക് ഇറാനിയൻ ജനതയോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പാകിസ്ഥാൻ ഈ പ്രസ്താവനയിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ചർച്ചകൾ നടത്തുന്നുണ്ട്, സഹകരണത്തിന് വലിയ ഊന്നൽ നൽകുന്നുണ്ട്. ഈ വിഷയത്തിൽ സംയുക്ത പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. അങ്ങനെ ഈ സർമജാർ എന്ന ഭീകരവാദികളുടെ പേരിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ ആക്രമണത്തെ ന്യായീകരിച്ച് കൊണ്ടുവന്ന് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കാൻ എന്ന വണ്ണം അവർ പറയുന്നു ഇറാൻ ജനത തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് എന്നും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.